ഹായ് കൂട്ടുകാരെ, ഹായ് ഫ്രണ്ട്സിലോ. നമ്മുടെ കാലങ്ങളെല്ലാം മാറി മറിഞ്ഞല്ലേ. പ്രളയവും ഭൂകമ്പവും സ്നേഹമില്ലായ്മയും അങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. ക്ഷാമം അല്ലേ, ദൈവത്തോട് വിശ്വാസമില്ലായ്മ, അങ്ങനെ ഒരു കാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവും ആസന്നമായി. നമുക്ക് നമ്മുടെ നോഹയെ ഓർക്കാം. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചുവല്ലോ, കൃപ ലഭിച്ചുവല്ലോ, കൃപ ലഭിച്ചുവല്ലോ. ഹാ ഹാ ഹോ ഹോ ലാല ലാല ലാ, ഹാ ഹാ ഹോ ഹോ ലാല ലാല ലാ. 500 വയസ്സുള്ള നോഹയപ്പൂപ്പന് ദൈവത്തിൻ കൃപ ലഭിച്ചുവല്ലോ. 500 വയസ്സുള്ള നോഹയപ്പൂപ്പന് ദൈവത്തിൻ കൃപ ലഭിച്ചുവല്ലോ. നോഹയപ്പൂപ്പൻ ദൈവത്തോട് കൂടെ നടന്നുവല്ലോ. നോഹയപ്പൂപ്പൻ ദൈവത്തോട് കൂടെ നടന്നുവല്ലോ. ബം 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 ബം. ദൈവത്തോട് കൂടെ നടന്നതിന് നീതിമാനായി, നിഷ്കളങ്കനായി, നീതിമാനായി, നിഷ്കളങ്കനായി. എന്തൊരു ഭാഗ്യം, ഇത് തന്നെ ഭാഗ്യം, എന്തൊരു ഭാഗ്യം, ഇത് തന്നെ ഭാഗ്യം. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചുവല്ലോ. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചുവല്ലോ, കൃപ ലഭിച്ചുവല്ലോ. ഭൂമിയിലുള്ളവരോ സാത്താനോട് കൂടെ നടന്നുവല്ലോ. ഭൂമിയിലുള്ളവരോ സാത്താനോട് കൂടെ നടന്നുവല്ലോ. അയ്യയ്യോ 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 അയ്യയ്യോ. സാത്താനോട് കൂടെ നടന്നതിനാ വഷളായി, അതിക്രമികളായി, വഷളായി, അതിക്രമികളായി. എന്തൊരു കഷ്ടം, ഇത് തന്നെ നഷ്ടം, എന്തൊരു കഷ്ടം, ഇത് തന്നെ നഷ്ടം. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചുവല്ലോ. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചുവല്ലോ, കൃപ ലഭിച്ചുവല്ലോ. നോഹയപ്പൂപ്പൻ 120 വർഷം പ്രസംഗിച്ചു നടന്നുവല്ലോ. നോഹയപ്പൂപ്പൻ 120 വർഷം പ്രസംഗിച്ചു നടന്നുവല്ലോ. പ്രളയം വരുന്നേ, പ്രളയം, മഹാപ്രളയം വരുന്നേ, പ്രളയം വരുന്നേ, പ്രളയം, മഹാപ്രളയം വരുന്നേ. കേട്ടില്ലേ ആരും മാനസാന്തരപ്പെട്ടതില്ല, തിന്നുകൂടിക്കാൻ നാളെ ചാകുമല്ലോ. കേട്ടില്ലേ ആരും മാനസാന്തരപ്പെട്ടതില്ല, തിന്നുകൂടിക്കാൻ നാളെ ചാകുമല്ലോ. എന്തൊരു നാശം, ഇത് തന്നെ ശാപം, എന്തൊരു നാശം, ഇത് തന്നെ ശാപം. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചുവല്ലോ. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചുവല്ലോ, കൃപ ലഭിച്ചുവല്ലോ. പെട്ടകമുണ്ടാക്കാൻ കർത്താവ് കൽപ്പിച്ചതു പണിതു. പെട്ടകമുണ്ടാക്കാൻ കർത്താവ് കൽപ്പിച്ചതു പണിതു. നല്ലൊരു പെട്ടകം, വലിയൊരു പെട്ടകം, നല്ലൊരു പെട്ടകം, വലിയൊരു പെട്ടകം. നോഹയും കുടുംബവും ജീവികളും കയറി, മറ്റാരും കയറിയില്ല, മനുഷ്യരാരും കയറിയില്ല. എന്തൊരു പ്രളയം, ഭൂമിയിലാകെ മരണം, എന്തൊരു പ്രളയം, ഭൂമിയിലാകെ മരണം. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചല്ലോ. നോഹയപ്പൂപ്പന് ദൈവത്തിന് കൃപ ലഭിച്ചല്ലോ, കൃപ ലഭിച്ചല്ലോ. ആഹാ ഹാ ഹാ ഹോ 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 ലാ 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 ലാ. ഹാ 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 ഹോ 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 ലാ 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 ലാ. 500 വയസ്സുള്ള നോഹയപ്പൂപ്പന് കൃപ ലഭിച്ചുവല്ലോ, കൃപ ലഭിച്ചുവല്ലോ. നോഹയ്ക്ക് 500 വയസ്സുള്ളപ്പോൾ ശേം, ഹാം, യാഫത്ത് എന്ന 3 പുത്രന്മാർ നോഹയ്ക്കുണ്ടായി.
എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ ഭയങ്കര വഷളായി. ആരുടെ മുമ്പാകെ? അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ. ഭൂമി അതിക്രമം കൊണ്ട് എവിടെ നോക്കിയാലും വഷളത്വവും, അതുപോലെ നോക്കി കൊലപാതകങ്ങൾ, പിടിച്ചുപറി, കള്ളത്തരം, പീഡനങ്ങൾ, ഇങ്ങനെ എന്നു വേണ്ട ദൈവത്തിൻ്റെ മുമ്പാകെ എന്തെല്ലാം പാപങ്ങൾ ചെയ്യാമോ അതെല്ലാം നിറഞ്ഞൊരു കാലം, പാപങ്ങൾ നിറഞ്ഞൊരു കാലം, ദൈവഭയമില്ലാതെ ഒരവസ്ഥ. അങ്ങനെ ഭൂമിയെ ദൈവം നോക്കിയാണ്. ഭൂമി വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയെ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. അങ്ങനെയാണ് നാം അതിനത്തിൽ കാണുന്നത്. മാത്രമല്ല ദൈവം നോഹയോട് ഈ സമയത്ത് കൽപ്പിച്ചതെന്തെന്നാൽ, സകല ജഡത്തിൻ്റെ അവസാനം വന്നിരിക്കുന്നു നോഹേ. അതുകൊണ്ട് ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവരെ ഭൂമിയോടുകൂടെ നശിപ്പിക്കും. നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീരി തേക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ നോഹ ആ ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുകയാണ്. അതെ, അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്നാൽ എന്ന് പറഞ്ഞിട്ട് അത് പെട്ടകത്തിൻ്റെ 300 മുഴം വീതിയും 50 മുഴം ഉയരം 30 മുഴം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടകത്തിന് കിളിവാതിലുണ്ടാക്കണം, മേൽ നിന്ന് 1 മുഴം താഴെ അതിനെ വയ്ക്കണം. പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം. താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം. ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും. നിന്നോടോ ഞാനൊരു നിയമം ചെയ്യും. നീയും നിൻ്റെ പുത്രന്മാരും പുത്രന്മാരും അതുപോലെ അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കിടക്കണം. സകല ജഡത്തിൽ സകല ജീവികളിൽ നിന്ന് ഈരണ്ടിനെ നിന്നോട് കൂടെ ജീവരക്ഷയ്ക്കായിട്ട് പെട്ടകത്തിൽ കയറ്റണം. അവ ആണും പെണ്ണുമായിരിക്കണം. അതുതരം പക്ഷികൾ, ഇഴജാതി മൃഗങ്ങൾ എന്നിവയ്ക്ക് ആ പെട്ടകത്തിലുണ്ടായിരിക്കണം. മാത്രമല്ല നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതൊക്കെ എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും പിന്നെ എല്ലാ ജീവികൾക്കും ആഹാരമായിട്ടിരിക്കണം. ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നോഹ ചെയ്യുകയാണ്. 120 വർഷം നോഹ പ്രസംഗിച്ചു. അന്ന് മഴ ഉണ്ടായിട്ട് മഴ കണ്ടിട്ടില്ല ജനങ്ങൾ. മഞ്ഞും അതുപോലെ നദികളൊക്കെ ആയിരുന്നു നനച്ചിരുന്നത്. അപ്പോൾ ഒരു വലിയ മഴ വരാൻ പോകുന്നു, പ്രളയം വരാൻ പോകുന്നു, ജീവരക്ഷയ്ക്കായിട്ട് ഈ പെട്ടകത്തിൽ നിങ്ങൾ കടക്കണം, അതിനുവേണ്ടി ഒരുങ്ങുവിൻ എന്ന് പറഞ്ഞിട്ടൊന്നും 120 വർഷം പ്രസംഗിച്ചിട്ട് അവർക്ക് ചെവിക്കൊണ്ടില്ല. അവർ അവരുടെ പാപങ്ങളിൽ തുടർന്നുകൊണ്ടേയിരുന്നു. വയസ്സങ്കാലത്ത് ഈ കിളവന് വട്ടുപിടിച്ചോ, ഇദ്ദേഹത്തിന് എന്താണ് വേറെ ജോലിയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ അവർ കളിയാക്കി തുടങ്ങി. നമ്മുടെ വാക്യം ഉൽപ്പത്തി 6:9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഉൽപ്പത്തി 6:9. നോഹയപ്പൂപ്പൻ ദൈവത്തോട് കൂടെ നടന്നുവല്ലോ. നോഹയപ്പൂപ്പൻ ദൈവത്തോട് കൂടെ നടന്നുവല്ലോ. ബം 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 ബം. ദൈവത്തോട് കൂടെ നടന്നതിനാ നീതിമാനായി നിഷ്കളങ്കനായി. ദൈവത്തോട് കൂടെ നടന്നതിനാ നീതിമാനായി നിഷ്കളങ്കനായി. എന്തൊരു ഭാഗ്യം, ഇത് തന്നെ ഭാഗ്യം, എന്തൊരു ഭാഗ്യം, ഇത് തന്നെ ഭാഗ്യം. നോഹയപ്പൂപ്പന് ദൈവത്തിൻ കൃപ ലഭിച്ചുവല്ലോ. നോഹയപ്പൂപ്പന് ദൈവത്തിൻ കൃപ ലഭിച്ചുവല്ലോ, കൃപ ലഭിച്ചുവല്ലോ. God bless you.